പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനെതിരെ കോൺഗ്രസിൽ വീണ്ടും പടയൊരുക്കം. രൂക്ഷ പ്രതികരണവുമായി എത്തിയിരിക്കുന്നത് കെ. സുധാകരനാണ്. ഓണാഘോഷത്തിന്റെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയനോടൊപ്പം ഒരുമിച്ചിരുന്ന സതീശൻ സദ്യ കഴിച്ചത് ശരിയായില്ലെന്ന പരാമർശത്തിലൂടെ സുധാകരൻ ലക്ഷ്യമിടുന്നത് സതീശനെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ. സതീശനോടുള്ള എതിർപ്പ് കോൺഗ്രസിലെ മറ്റു ചില മുതിർന്ന നേതാക്കളോടും പങ്കുവച്ച് സുധാകരൻ പോലീസ് മർദ്ദനത്തിൽ മൃദു സമീപനം കൈക്കൊള്ളുകയാണെന്ന ആരോപണവുമായി അണികൾക്കിടയിൽ സതീശനെതിരെ വികാരം പ്രതിഫലിപ്പിക്കാനും ശ്രമം. അതിനിടെ വിവാദ പോസ്റ്റിന് പിന്നാലെ കോൺഗ്രസ് സോഷ്യൽ മീഡിയ വിങ്ങിന്റെ ചുമതലയൊഴിഞ്ഞ് വി.ടി. ബൽറാം. GST വിഷയത്തിൽ ബിഡിയെയും ബീഹാറിനെയും താരതമ്യം ചെയ്തുകൊണ്ട് കോൺഗ്രസ് കേരളയുടെ എക്സ് പ്ലാറ്റ്ഫോമിലെ പോസ്റ്റാണ് വിവാദമായത്. ബീഹാറിൽ രാഹുൽ ഗാന്ധിയുടെ വോട്ട് അധികാർ യാത്ര സമാപിച്ചതിന് തൊട്ടുപിറകെയായിരുന്നു ഈ വിവാദ പോസ്റ്റ്. തെരഞ്ഞെടുപ്പ് ആസന്നമായ ബീഹാറിനെ ഇകഴ്ത്തിയെന്ന് കാണിച്ച് BJP ദേശീയ തലത്തിൽ ഈ പോസ്റ്റ് വലിയ ചർച്ചാ വിഷയമാക്കുകയും ചെയ്തു. ഇതിനെ തുടർന്ന് ഈ പോസ്റ്റ് പിൻവലിച്ചു. വിഷയത്തിൽ ജാഗ്രതക്കുറവ് ഉണ്ടായെന്നും തെറ്റുപറ്റിയെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് ബൽറാം സ്ഥാനമൊഴിഞ്ഞത്. സോഷ്യൽ മീഡിയ വിംഗ് പുനഃസംഘടിപ്പിക്കുമെന്ന് സണ്ണി ജോസഫ് പറഞ്ഞു. സ്ഥാനമൊഴിയാനുള്ള തീരുമാനം നേരത്തെ എടുത്തതാണെന്നും ഇക്കാര്യം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിനെ അറിയിച്ചിരുന്നുവെന്നും വി.ടി. ബൽറാം പറഞ്ഞു. ഈ വിവാദം കത്തുമ്പോഴാണ് സതീശനെതിരെ സുധാകരനും രംഗത്ത് വരുന്നത്. ഇതോടെ കോൺഗ്രസിലെ ഗ്രൂപ്പ് പോരെ പുതിയ തലത്തിലെത്തും. ഓണാഘോഷത്തിന്റെ ഭാഗമായി പിണറായി വിജയനൊപ്പം സതീശൻ സദ്യ കഴിച്ചത് ശരിയായില്ലെന്ന് കെ. സുധാകരന്റെ പരാമർശമാണ് ഇപ്പോൾ വിവാദമാകുന്നത്. കുന്നംകുളത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പോലീസ് മർദ്ദിച്ച വിഷയം വിവാദമായി നിൽക്കുന്ന സാഹചര്യത്തിലാണ് സുധാകരൻ വിമർശിച്ചത്. താനാണെങ്കിൽ അങ്ങനെ ചെയ്യുമായിരുന്നില്ലെന്നും സുധാകരൻ പറഞ്ഞതോടെ കോൺഗ്രസിലെ ചേരിപ്പോര് വീണ്ടും മറനീക്കി പുറത്തു വന്നു. തന്റെ നിലപാട് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കളെയും സുധാകരൻ അറിയിച്ചിട്ടുണ്ട്. ഈ വിഷയത്തിൽ സതീശന്റെ മറുപടിയാണ് സുധാകരൻ ആഗ്രഹിക്കുന്നത്. എന്തു മറുപടി നൽകിയാലും അത് തിരിച്ചടിയാകുമെന്നതിനാൽ പ്രതികരണം ഒഴിവാക്കാനാണ് സതീശൻ ശ്രമിക്കുന്നത്. മുൻപും നിരവധി തവണ സതീശനെതിരെ സുധാകരൻ ആഞ്ഞടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ജൂലൈയിൽ നടന്ന KPCC ഭാരവാഹി യോഗത്തിൽ വി.ഡി. സതീശനെതിരെ സുധാകരൻ കടുത്ത വിമർശനം ഉന്നയിച്ചതോടെയാണ് ഇരുവരും തമ്മിലുള്ള പോര് പരസ്യമായി പുറത്തുവന്നത്. സതീശൻ സൂപ്പർ പ്രസിഡന്റ് ചമയുകയാണെന്നും സമാന്തര സംഘടനാ പ്രവർത്തനം നടത്തുമെന്നുള്ള ആരോപണങ്ങളാണ് ഉയർന്നത്. ഒരു പടി കൂടി കടന്ന് അധികാരത്തിൽ കൈകടത്തിയാൽ നിയന്ത്രിക്കാൻ അറിയാമെന്നും കെ. സുധാകരൻ തുറന്നടിച്ചിരുന്നു. താൻ വിമർശനത്തിന് വിധേയനാണെന്നും തിരുത്തുമെന്നാണ് വി.ഡി. സതീശൻ പ്രതികരിച്ചത്. ഇതിനു പിന്നാലെ തിരുവനന്തപുരം DCC ക്യാമ്പ് എക്സിക്യൂട്ടീവിൽ നിന്നും വി.ഡി. സതീശൻ വിട്ടുനിൽക്കുകയും ചെയ്തു. വിമർശനം വാർത്തയായതോടെ തിരുവനന്തപുരത്ത് ചേർന്ന മിഷൻ 25 യോഗം വി.ഡി. സതീശൻ ബഹിഷ്കരിച്ചു. തദ്ദേശ ഉപതെരഞ്ഞെടുപ്പുകളുടെ ചുമതല സതീശന് നൽകിയിരുന്നു. ഈ അവസരം ഉപയോഗിച്ച് DCCകളെ നേരിട്ട് നിയന്ത്രിക്കാൻ സതീശൻ ശ്രമിച്ചെന്നും സ്വന്തം നിലയിൽ സർക്കുലേഷൻ ഇറക്കിയെന്നുമാണ് അപ്പോൾ KPCC അധ്യക്ഷനായിരുന്ന കെ. സുധാകരൻ ആരോപിച്ചത്.